നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 30-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 15-ാം തീയതി ശനിയാഴ്ച. അപ്പോൾ വൃശ്ചിക മാസം പകുതിയായി. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ സൂര്യോദയം വരുന്നത് 6:29 സൂര്യ ഉദയം. അസ്തമയം വരുന്നത് 5:57. ഇന്നത്തെ നക്ഷത്രം നമുക്ക് വരുന്നത് തന്നെ വിശാഖം നക്ഷത്രത്തിലാണ്. ഇന്നത്തെ ഉദയം നക്ഷത്രം വിശാഖമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഒരു നല്ല ദിവസമല്ല ശനിയാഴ്ച. ഇപ്പോൾ രാവിലെ ഉറക്കമൊഴിച്ച് ആദ്യമായിട്ട് കേൾക്കണം നല്ല ദിവസമല്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. പലരും നമുക്ക് മെസ്സേജായിട്ട് തരാറുമുണ്ട്, രാവിലെ എഴിച്ച് കൊള്ളൂല എന്ന് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. ചിലർ പറയും നമ്മളെ പേടിപ്പിക്കാനാണോ രാവിലെ വീഡിയോ ഇടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പേടിയും കാര്യങ്ങളും അല്ല, നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ്, നമ്മളെ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി മുന്നറിയിപ്പാണ്. ഒരു സൈൻ ബോർഡ് പോലെ രാവിലെ ഉറക്കമൊഴിച്ച് പോകുമ്പോൾ ഇന്നത്തെ ദിവസം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കും, എല്ലാ കാര്യത്തിലും സൂക്ഷിക്കും, അശ്രദ്ധ ഒഴിവാക്കും. അതിനുവേണ്ടി നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നു എന്ന് മാത്രം. അപ്പോൾ കൂടുതൽ ദൈവാധീനത്തോടു കൂടിയും ഭയഭക്തിയോടു കൂടിയും ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലവഴിക്കും. പൊതുവേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വലിയ അപകടങ്ങളിലൊന്നും പെടാതെ ആവശ്യമില്ലാതെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിലെല്ലാം ശ്രദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ കാര്യം, അല്ലാത്തവർക്കും ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യം മാത്രം സൂക്ഷിച്ചാൽ മതി. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വിശാഖം നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ മോശപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. കാരണം സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും. ചെയ്യുന്ന പ്രവൃത്തിയിൽ, അത് ജോലിയാണെങ്കിൽ തന്നെ ജോലിയിൽ ഗ്രോത്ത് ഇല്ലാതെയാവും, പ്രൊമോഷനോ അതുപോലെ കിട്ടത്തില്ല. ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പുരോഗതി വരത്തില്ല, സാമ്പത്തിക നഷ്ടം വരും. അതുപോലെ ബന്ധുമിത്രാദികളെ കൊണ്ട്, കൂടെയുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ സഹപ്രവർത്തകരെ കൊണ്ട് മനോവിഷമം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും എന്ന് കാണിച്ചിരിക്കുമ്പോൾ നമുക്കിതിനെ എങ്ങനെ അതിജീവിക്കാം, ഇതും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധിയും കൂടി. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാന് രാവിലെ എണീറ്റ് തൊഴണം. ശനിയുടെ പിതാവാണ് സൂര്യൻ. ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് പ്രൊട്ടക്ഷനായിട്ട് ഒരു വർഷത്തേക്ക് നമ്മൾ ധരിക്കുക. ഇതൊക്കെ ചെയ്ത് പോകുമ്പോൾ ഈ ദോഷത്തിൻ്റെ അളവ് 50% മാറും. താൻ പാതി ദൈവം പാതി. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് രാഹുകാലം എഴുതിയിട്ടുണ്ടെങ്കിൽ 9:21 വരെ രാഹുകാലം. ഇപ്പോൾ 21 തുടങ്ങുകയുള്ളൂ. 10:30 എന്നുള്ളത് 10:47 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം യാത്രാദി കാര്യങ്ങൾക്ക് ഉചിതമല്ല, യാത്ര തുടങ്ങാൻ അനുകൂലപ്രദമായ സമയമല്ല. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ശനിയുടെ ഇന്നത്തെ ദിവസം തന്നെ ഏറ്റവും മോശപ്രദമായ 2 സമയങ്ങളാണ്. അതിൽ ഗുളികൻ്റെ സമയം 6:29 തൊട്ട് 7:55 വരെയും, യമകണ്ഠകാല സമയം 1:39 തൊട്ട് 3:05 വരെയും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നുകൊണ്ട് 11:49 ആരംഭിക്കും. 12:37 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ശരിക്ക് ദക്ഷപ്രജാപതിയുടെ 28 മക്കളുണ്ട്. അതാണ് 28 നക്ഷത്രങ്ങൾ. അതിൽ 28ാമത്തെ നക്ഷത്രമാണ് അഭിജിത്ത്. അത് സതീദേവി ജനിച്ച നക്ഷത്രമായതുകൊണ്ടാണ് നക്ഷത്രത്തിന് അത്രയും പവറുള്ളതുകൊണ്ട് ഈ നക്ഷത്രത്തെ 27 നക്ഷത്രത്തിനായിട്ട് വീതിച്ചു കൊടുത്തു. ആ സമയമാണ് അഭിജിത്തിൻ്റെ സമയം. ആ സമയം അപ്പോൾ മറ്റേ അത് നക്ഷത്രത്തെക്കാൾ നക്ഷത്ര ദോഷത്തെയും മാറ്റാനുള്ള ശക്തി അഭിജിത്തിനുണ്ട്. ആ സമയം നമുക്ക് എന്ത് കാര്യത്തിനും എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ധരിക്കുക, അല്ലെങ്കിൽ ഇത് മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കാം. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കും.
ഇന്നത്തെ ദിവസം കൊള്ളൂല എന്ന് പറഞ്ഞെങ്കിൽ പോലും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.